കൂടിയിട്ട് കൂട്ടക്കരച്ചിലായി മാറിയപ്പോ അത് പുറത്തേക്ക് കേൾക്കാൻ കഴിഞ്ഞു. അബ്ദുറഹ്മാൻ അബൂദങ്ങൾ പറഞ്ഞു, ഞാനിവിടെ വന്നത് നിങ്ങൾക്ക് വിഷമായോ? നിങ്ങൾ പ്രയാസപ്പെട്ടോ? അങ്ങനെയെങ്കിൽ ഞാൻ സ്ഥലം വിട്ടേക്കാം, ഇതുവരെ വെച്ചത് നിങ്ങൾക്ക് കാശ് തന്നേക്കാന്ന് പറഞ്ഞപ്പോ ആ ഉമ്മ പിങ്ങിപ്പൊട്ടി പറയുന്നു, നിങ്ങൾ കച്ചവടം ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് ഒരു വിഷമമില്ല. ഞങ്ങൾ പ്രയാസപ്പെടാനുള്ള കാരണം ഈ മക്കളുടെ ഉപ്പ മരണപ്പെട്ടതിന് ശേഷം ഈ വീട്ടിലേക്ക് ഈ നാട്ടുകാർ വലിയ സമ്പന്നര് പണക്കാരൊക്കെ ഉണ്ട്, അവരൊന്നും കയറി വരാറില്ല, ഞങ്ങളെ സുഖവിവരങ്ങൾ അന്വേഷിക്കാറില്ല. ഇപ്പം മദീനക്കാരനായിരിക്കുന്ന നിങ്ങൾ വന്നപ്പം നിങ്ങളെ സാധനത്തിന്റെ പവർ നോക്കിക്കൊണ്ട് അതിന്റെ എല്ലാം നോക്കിക്കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾ കയറി വരുന്നത് കണ്ടപ്പോ ഞങ്ങൾ അറിയാതെ കരഞ്ഞു പോയതോ എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഉമ്മയോട് വിവരങ്ങളൊക്കെ നോക്കുമ്പോ, എന്റെ മക്കളെ ഞാൻ പുറത്തു വിടാറില്ല, എന്റെ മക്കളെ പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് വളർത്താറുണ്ട്. ഇവരുടെ പിതാവ് ഉപ്പ മരണപ്പെട്ടു പോയതിന് ശേഷം ഇവരെ വളർത്തിയിരുന്നത് ഞാനാണ്. ഇപ്പൊ എനിക്കും പുറത്തു പോകാൻ വയ്യ, അതുകൊണ്ട് വിവാഹപ്രായം എത്തി നിൽക്കുന്ന എന്റെ മക്കളെ കാര്യം ഓർത്തിട്ട് ഞാനങ്ങ് കരഞ്ഞു പോയതാ എന്ന് പറഞ്ഞപ്പോ അബ്ദുറഹ്മാൻ ഔഫ് പണി ചെയ്തു, നിങ്ങൾ വിഷമിക്കണതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാന്ന് പറഞ്ഞ് മൂപ്പൻ ആ സാധനമൊക്കെ പാടെ ബാക്കിയുള്ള സാധനമൊക്കെ പാടെ കെട്ടിപ്പിടിച്ച് തോളിലും തലയിലൊക്കെ വെച്ചിട്ട് മൊബൈൽ കച്ചവടം മൊബൈൽ കച്ചവടം നടത്തിയിട്ട് ചന്ത പിരിയുന്നതിന് മുമ്പ് വലിയ ലാഭത്തോടു കൂടി അദ്ദേഹത്തിന്റെ കച്ചവടം പൊടിപിടിച്ചു. അദ്ദേഹം ആ ചന്തയിൽ വിളംബരം നടത്തുകയാണ്. ആരുണ്ട് പെൺമക്കളെ കല്യാണം കഴിക്കാൻ, ഭർത്താക്കന്മാർക്ക് കൊടുക്കാനുള്ള ഭർത്താവ് നൽകേണ്ട മഹറും വസ്ത്രത്തിനുള്ള കാശും ഞാൻ നൽകാം.